യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനകാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഇതിൽ നിർണായകമായി. നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് ഇതിനിടെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായും റിപ്പോർട്ടുണ്ട്. നിമിഷയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായാണ് റിപ്പോർട്ട്. കാന്തപുരത്തെ ഇതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. കാന്തപുരം നൽകിയത് മഹത്തായ സന്ദേശമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കാന്തപുരം APയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. വിവരങ്ങളുമായി KP അഭിലാഷ്, ഈ വിഷയത്തിൽ രണ്ട് വശങ്ങളായി തിരിക്കാം. ഒന്ന്, ഒരു വശത്ത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കൽ തർക്കം, അതിൽ പലതും ഈ യമനി കുടുംബം അറിയുന്നു എന്നതാണ് അവരുടെ അഭിഭാഷകനിൽ നിന്നൊക്കെ കേൾക്കുന്നത്. മറുവശത്ത് നടക്കുന്നത് നിമിഷയെ രക്ഷപ്പെടുത്താൻ വധശിക്ഷയ്ക്ക് താൽക്കാലിക സ്റ്റേ മാത്രമാണ്. അത് എന്ന് നടപ്പാക്കുമെന്ന് അറിയില്ല. അക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകൾ മറ്റൊരു വശത്ത്. ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്നതിനപ്പുറത്തേക്ക് ചർച്ച എങ്ങോട്ട് ഏതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ശ്രീജ, നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് നടപ്പിലാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റിവെച്ചു എന്നത് തന്നെയായിരുന്നു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന്. എന്നാൽ ഈ വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷം ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ തുടർന്നുള്ള ചർച്ചകൾക്ക് തിരിച്ചടിയാകുന്നു എന്ന മട്ടിൽ വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. ഷെയ്ഖ് ഹബീബ് ഉമർ ആണ് ഈ തലാലിന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താ മഹദിയുടെ പ്രതികരണം, നേരത്തെ BBC-ക്ക് നൽകിയ പ്രതികരണം, ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടുള്ള പ്രതികരണം, ഈ രണ്ട് പ്രതികരണങ്ങളും പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിന് വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത്, ഒന്നാമതായി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി തങ്ങൾക്ക് അറിവില്ല എന്നും ഔദ്യോഗികമായി അങ്ങനെയൊരു അറിയിപ്പും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നുമാണ് സഹോദരൻ പറയുന്നത്. രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിലുള്ള ദിയാധനം സ്വീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാത്രമാണ് നീതി നടപ്പിലാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തലാലിന്റെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും കുടുംബത്തെ മാറ്റുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ആ ശ്രമകരമായ ദൗത്യം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദിയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുക എന്നതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ പോലും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ ജയിൽ മോചനം എന്നത് സാധ്യമാകുമോ എന്നത് സംബന്ധിച്ചും സംശയങ്ങളുണ്ട്. മറ്റൊന്ന്, ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ക്രെഡിറ്റ് എടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ്. നമുക്കറിയാം, ഇന്നലെയായിരുന്നു കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ചർച്ച നടന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ജമിയത്തുൽ ഉദമയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ മതപരമായ ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആൾ എന്ന നിലയിൽ തന്നെയാണ് ഈ സൂഫി പണ്ഡിതനുമായി ചർച്ചകൾ നടത്താൻ സാധിച്ചത്. മാത്രവുമല്ല, അങ്ങനെ മാത്രമേ ഒരു ഗോത്ര വിഭാഗവുമായി ചർച്ചകൾ നടക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ചർച്ചകൾ ആണ് നടന്നിട്ടുള്ളത് എന്നത് ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സജീവ് കുമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകരായ സാമുവൽ ദീപ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. ഒപ്പം നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മേൽ ചർച്ചകളും അല്ലെങ്കിൽ അവരുടേതായ ഇടപെടലുകൾ നടത്തുന്നു എന്ന അവകാശവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതായത്, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കുമ്പോൾ പോലും അത് എത്ര നാളത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ ഔദ്യോഗികമായില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഇത്തരം വാർത്തകളും
റിപ്പോർട്ടുകളും ഒക്കെ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ അത് യമനിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തമാർ എന്ന് പറയുന്നത് ഒരു ഗോത്ര മേഖലയാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ ഒരു കാരണവശാലും നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ പാടില്ല, ഭരണകൂടം സംവിധാനം എന്ന നിലപാട് സ്വീകരിക്കുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മോചന വാർത്തകളോ അല്ലെങ്കിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഒക്കെ പുറത്തു വരുമ്പോൾ അത്തരം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് മോചനത്തിന് തിരിച്ചടിയാകും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണത്തിൽ നിന്ന് സർക്കാർ സംവിധാനവും കേന്ദ്ര സർക്കാർ സംവിധാനവും എല്ലാം നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് മറ്റ് സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാം ഇടപെടലുകളും നടക്കുന്നത് എന്ന നിലയിലുള്ള പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആത്യന്തികമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതും. ശരി അഭിലാഷ്, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത